അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 15. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുകയാണ്. ഖൈബർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ കയ്യിലെത്തിയ ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഖൈബറിലെ ആ പ്രമുഖന്മാരായ കുടുംബത്തിൽപ്പെട്ട വലിയ ഒരു സ്ത്രീയായിരുന്നു ബഹുമാനപ്പെട്ട സഫിയ ബീബി റളിയല്ലാഹു അൻഹ. മഹദിയായ സഫിയ ബീബി റളിയല്ലാഹു അൻഹയെ വളരെ ബഹുമാനത്തോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ആ സഫിയ ബീബി റളിയല്ലാഹു അൻഹയെ പുതിനാട്ടിയായി ചമ്മയിപ്പിച്ചതും എല്ലാം ഒരുക്കി തയ്യാറാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സഫിയ ബീബിയെ എല്ലാ നിലക്കും ഒരുക്കി തയ്യാറാക്കി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സഫിയ ബീബി റളിയല്ലാഹു അൻഹയെ വീട്ടുകൂടാൻ വേണ്ടി ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ രാത്രി സമയത്ത് കിടന്നുറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഫിയ ബീബിയെയും സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷണം ഏറ്റെടുത്ത് കാത്തു നിൽക്കുകയാണ്. രാവിലെ വരെ ടെൻറ്റിൻ്റെ ചുറ്റും വാളും ഊരിപ്പിടിച്ച വാളുമായി ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. രാവിലെ എണീച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉറക്കം വഴിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഭാര്യ സഫിയ ബീബി റളിയല്ലാഹു അൻഹയും സംരക്ഷണം സ്വയം പ്രേരിതനായി ഏറ്റെടുത്ത് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനിക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഹ്ഫൽ അബാ അയ്യൂബ് കമാ ബാത യഹ്ഫളുനി. പടച്ചവനെ, ഈ അബു അയ്യൂബ് എന്നെ സ്നേഹിച്ചുകൊണ്ട് രാവിലെ വരെ എൻ്റെ ചുറ്റും, എൻ്റെ ടെൻറ്റിൻ്റെ ചുറ്റും രാവിലെ വരെ ഊരിപ്പിടിച്ച വാളുമായി ഉറക്കം വഹിച്ച് കാത്തുനിന്ന ഈ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ നീ കാത്തു രക്ഷിക്കണേ, നീ അബു അയ്യൂബ് അൽ അൻസാരിനെ ഏറ്റെടുക്കണേ, നീ കാവലാവണേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ദുആഇന്റെ ഫലം അവിടെ കാണുന്നത് ഒരു 50 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. 50 വർഷം കഴിഞ്ഞ് അബു അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു ദീനിനെയും ഹബീബായ നബി തങ്ങളെയും വലിയ സ്നേഹിക്കുന്ന വലിയ ആശിഖായിരുന്നു. നമുക്കറിയാം, ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെ മദീനക്കാർ മുഴുവനും അവരവരുടെ വീട്ടിലേക്ക് നബി തങ്ങളെ ക്ഷണിച്ചപ്പോൾ അവസാനം ആ ഒട്ടകം മുട്ടുകുത്തിയത് അബു അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു വീട് മുറ്റത്താണ്. അവിടെയാണ് നബി തങ്ങൾ താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നബി തങ്ങൾ താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്ന ആ സ്ഥലത്തിലാണ് ഇന്ന് കാണുന്ന പ്രസിദ്ധമായ മദീനത്തുൽ മുനവ്വറ, പരിശുദ്ധമായ മദീന പള്ളി മസ്ജിദുൻ നബവിയ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള വലിയ ആശിഖായ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ മഹാനവർകൾ ഖൈബറിൻ്റെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ യുദ്ധങ്ങളിലും, നബി തങ്ങൾ പോയ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ ഖിദ്മത്തുകളിലും എല്ലാത്തിലും പങ്കെടുത്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവസാനമായി മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്തിൽ റോംകാരോട് നടന്ന ഒരു യുദ്ധത്തിൽ യസീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം റോമിലേക്ക് പോവുകയാണ്. ആ റോമിലേക്ക് പോകുന്ന സമയത്ത് കുസ്തുൻതീനിയ എന്ന് പറയുന്ന ആ കുസ്തുൻതീനിയ, അവിടെ അതിനെ ജയിച്ചടക്കാൻ വേണ്ടി യസീദിൻ്റെ സൈന്യത്തിൽ അബൂ അയ്യൂബുൽ അൻസാർ റളിയല്ലാഹു അൻഹു വലിയ പ്രായക്കാരനായ സ്വഹാബിയാണ്. ഇറങ്ങിയപ്പോൾ മക്കളും കുടുംബക്കാരുമെല്ലാം പറഞ്ഞു, നിങ്ങൾ വലിയ പ്രായമുണ്ട്, വയസ്സായ ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇതൊന്നും നിർബന്ധമില്ല, ഇതൊന്നും ബാധകമല്ല, നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുക, വീട്ടിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ
ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അതിന് സമ്മതിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ. ഖുർആനിൻ്റെ ആയത്ത് ഓതിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അവരെ കൂട്ടത്തിൽ തന്നെ പോവുകയാണ്. പോകുന്ന സമയത്ത് യാത്ര മധ്യേ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന് വലിയ അസുഖം ബാധിച്ചു. അങ്ങനെ അവസാനമായി മരിക്കാനാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്, ഇവിടെ എവിടെയെങ്കിലും എന്നെ നിങ്ങൾ മറവ് ചെയ്യരുത്. നിങ്ങൾ ഏത് സ്ഥലത്തിലാണോ യുദ്ധം ചെയ്യുന്നത് അതേ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യണേ എന്ന് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളോട് പറയുകയാണെങ്കിൽ, കാരണം അത്രയെങ്കിലും ദീനിൻ്റെ ഖിദ്മത്തിൽ ഏർപ്പെട്ട സമയത്ത് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം നടക്കുന്നത് റോമിലാണ്, ശത്രു നാട്ടിലാണ്, ശത്രു രാഷ്ട്രങ്ങളിലാണ്. ആ രാഷ്ട്രത്തിൽ എങ്ങനെ മറവ് ചെയ്യും? പക്ഷേ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് അങ്ങനെയായതുകൊണ്ട് റോം നാട്ടിൽ വെച്ച് തന്നെ, ആ ശത്രു നാട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മറവ് ചെയ്യുന്നു. ആ സമയത്ത് റോമുകാർക്ക് ഇത് മനസ്സിലായി. റോമുകാർക്ക് ഇതൊരു അത്ഭുതമായി മനസ്സിലായി. റോമുകാർ യസീദിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു സഹാബിയെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ മറവ് ചെയ്താൽ, ഈ നാട്ടിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ മയ്യത്തിനടുത്ത് ഞങ്ങൾ കരിച്ചു കളയും എന്ന് അവർ റോമുകാർ യസീദിനോട് പറഞ്ഞപ്പോൾ യസീദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെങ്കാലം നിങ്ങൾ തൊട്ടാൽ ഈ നാട്ടിലുള്ള മുഴുവൻ മയ്യത്തുകളെയും എടുത്ത് ഞങ്ങൾ കത്തിച്ചു കളയും എന്ന് യസീദ് അവരെ ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് റോമുകാർ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇല്ല, ഇന്നലെ രാത്രി നിങ്ങൾ മറവ് ചെയ്ത അപ്പം തന്നെ നമുക്ക് വലിയൊരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. വലിയൊരു അത്ഭുതകരമായ മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ ഞങ്ങൾ ബഹുമാനിക്കും, ഇദ്ദേഹത്തിൻ്റെ ഖബർ ഞങ്ങൾ ആദരിക്കും എന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ 50 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാൻ, പടച്ചവനെ അല്ലാഹുമ്മ ഹ്ഫദ് അബൂ അയ്യൂബിനെ എപ്പോഴും നീ കാവലാകണേ. ശത്രു രാഷ്ട്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറാണ്, എന്നിട്ടും ആ ഖബറ് അവർ ബഹുമാനിക്കുകയും മഴയില്ലെങ്കിൽ ആ ഖബറിൻ്റെ അടുത്ത് വന്ന് ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ മഴ വർഷിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത്. ഇതിലൊരുപാട് പാഠങ്ങൾ ഞങ്ങൾ ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ നമുക്ക് പാഠങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ ആശിഖാൻ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റഹ്മത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബിൻ്റെ റഹ്മത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ